ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അളിയ, അങ്ങനെ വലിയൊരു ശത്രുത മാഞ്ഞുപോയി. രുക്മിണി ചേച്ചി ഇവിടെ വന്നിരുന്നു. ഒരു അമ്മുമ്മയാകാൻ പോകുന്നതിന് സന്തോഷം അറിയിച്ചു. അതെയോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ പോയത്. പിന്നെ ഇവൾക്കൊക്കെ ഒന്നിന്റെ സ്വഭാവ. എപ്പോഴാ നിറം മാറണെന്ന് ആർക്കറിയാ? എല്ലാവരുടെയും പിണക്കൊക്കെ ഒന്ന് മാറിയേ മതിയായിരുന്നു. മേഡം വാ. എന്റെ ജീവിതവും കുളം തോണ്ടിയിട്ട് അവരിവിടുന്ന് ഞാൻ പല വായിക്കുന്നു. ഇനി മുതൽ ഞാൻ ഒരു സന്യാസിയാകാൻ പോവുക. ഒരാശ്രമം എവിടെ കെട്ടുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അടുത്ത വരികട, ഇതോടുകൂടി നിങ്ങളുടെ അന്ത്യകൂതാശ നടത്തും. അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും പണി ചെയ്യാം. തെങ്ങിന് വെള്ളം ഒഴിക്കാതാണ് നല്ലത്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബെത മിണ്ടാവതല്ല. എണീക്കണോ? എണീക്കാൻ ശ്വാസമില്ലല്ലോ. ഹലോ സജി. മാഡം, ഇയാൾക്ക് അനക്കമില്ല. മരിച്ചു എന്നാ തോന്നേ. നീ ശരിക്കും നോക്കിയോ? നോക്കി മാഡം, മരിച്ചു എന്ന് തന്നെയാ എന്റെ സംശയം. നീ ഫോൺ വെക്കേ, ഞാൻ ദാ വരുന്നു. ദീപകെ, അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. നീ വേഗം കാർ എടുത്തേ. ഇപ്പൊ എവിടേക്കാമേ? പറഞ്ഞാലേ നീ കാർ എടുക്കുള്ളൂ. അതല്ല, വർഷങ്ങളായിട്ട് എന്റെ കസ്റ്റഡി കിടന്ന് ഒരുത്തം മരിച്ചു. അവന്റെ ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയണം. നീ വേഗം വാ. വാടാ അങ്ങോട്ട്. രാജു, നമ്മൾ മൊത്തത്തിലൊന്ന് വെരിഫൈ ചെയ്താൽ മതി. ബാക്കിയൊക്കെ അവര് നോക്കിക്കോളും. ഇതെല്ലാം ഒന്ന് സ്റ്റഡി ചെയ്യണം. ഈ ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം കൂടി രാജും കൂടി നോക്കണം. എനിക്കൊറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ. പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്റെ പണി വേറെ അല്ലേ മാഡം? എന്ത് പണി? അച്ഛന്റെ കൂടെ കാറി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാം. മന്ത്രിമന്ദിരം വേണ്ടാത്തതുകൊണ്ട് തക്കം കിട്ടുമ്പോഴൊക്കെ രണ്ടുപേരും വീട്ടില്. പിന്നെ കറക്കം. എന്ത് ഹെഡേക്കുള്ള പണിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് മാഡത്തിന് അറിയോ? SP മാഡം ആണല്ലോ. മാഡം എടുക്ക്, എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കും. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് ഋതിക. എന്തുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മാഡം. ഞാനിപ്പോ വിളിച്ചത് ഋതികയുടെ അമ്മയുടെ കാര്യം പറയാനാ. അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ മാഡം? ഇല്ല. കണ്ടെത്താനുള്ള എല്ലാ നടപടികളും ഞാൻ അടിയന്തരമായി ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. ഋതികയുടെ അമ്മയെ കണ്ടുപിടിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുന്നു. ലൈഫ് മുഴുവൻ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ ക്രിമിനലൊന്നും അല്ലല്ലോ പത്മാവതി വർമ്മ. അറിയപ്പെടുന്ന ഒരു കലാകാരിയല്ലേ? ഞാൻ കണ്ടെത്തിയിരിക്കും. ഗുഡ് നൈറ്റ് ഋതിക. ഗുഡ് നൈറ്റ് മാം.
എന്തിനാ SP മാഡം വിളിച്ചത്? അമ്മയെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയാൻ. ആ അല്ല, എന്തിനാ ഈ പത്മാവതി മാഡം ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത്? അതാ രാജു ഞാനും ആലോചിക്കുന്ന. ആർക്കും പിടികൊടുക്കാതെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ പത്മാവതി മാഡം ആരെങ്കിലും പേടിക്കുന്നുണ്ടാവും. അമ്മ എന്തിനാ അങ്ങനെ പേടിക്കുന്നെ? അമ്മമ്മയെ പോലൊരാള് സ്വന്തം അമ്മയായിട്ടുള്ളപ്പോ എന്തിനാ പേടിക്കുന്നെ? അതെ മാഡം, ഇതൊരു വലിയ കഥ തന്നെയാ. അറിയും തോറും കുരുക്കുകൾ മുറുകി മുറുകി വരുന്ന കഥ. ഏതോ ഒരു ജഗന്നാഥൻ ഈ കഥയിലുണ്ട്. ആരായിരിക്കും അയാള്? എടാ, ഇയാളെ കൊല്ലരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതിന് ഞാൻ കൊന്നതല്ല. ഞാൻ വന്നപ്പോഴേ ഇയാൾ ചത്ത് കിടക്കായിരുന്നു. ഇയാളെ ചത്ത സങ്കടം കൊണ്ട് പറയുന്നതല്ല. ഇതിപ്പോ പുലിവാലായല്ലോ. ഈ മാരണത്തിന് ഇനി എവിടെ കൊണ്ടുപോയി കളയും? അല്ല, എനിക്കിതുവരെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. സത്യത്തിൽ ഇയാൾ ആരാ? നീ വന്നേ. ഇവനെ ഞാൻ എഴുതിയ കഥയിലെ ഒരു കഥാപാത്രമാ. അതിലുപരി ഇവൻ പ്രതാപന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. അവന്റെ വലം കൈ. വല്യമാവന്റെ ഫ്രണ്ടോ? ഇയാൾ അമ്മയുടെ ശത്രുവാൻ കാരണം എന്താ? കാരണമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. നമുക്കിവനെ എന്ത് ചെയ്യണമെന്ന് ആദ്യം തീരുമാനിക്കാം. സജി, ഇവനെ നമ്മൾ എന്ത് ചെയ്യും? വല്ല കടലിലോ കായലിലോ കെട്ടി താഴ്ത്താം. ആ, അത് കൊള്ളാം. പക്ഷേ കേരളത്തിൽ പറ്റില്ല. ആ, നോർത്ത് ഇന്ത്യയിൽ എവിടെയും കൊണ്ടുപോയി കളയണം. ആ, ഒരു കാര്യം ചെയ്, നീ അവന്റെ കയ്യിലെ കെട്ട കഴിക്ക്. അമ്മേ, ഒന്നിങ്ങ് വന്നേ. കടലിൽ തള്ളുന്നതിനേക്കാളും നല്ലതാ ഇയാളെ വല്ല കൊടുങ്കാട്ടിലും കൊണ്ടുപോയി കത്തിച്ചു കളയുന്നത്. കത്തിച്ചു കളഞ്ഞാലേ ആരാണെന്നോ എന്താണെന്നോ ഒരു പിടിയും കിട്ടില്ല. നീ പറഞ്ഞത് ശരിയാ, അത് കൊള്ളാം.